എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണമെന്നോ ഇല്ലെങ്കിൽ അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നോ എനിക്കൊരു താല്പര്യമുള്ള ഒരാളല്ല. അയ്യോ, എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ ഒരു വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. സുധിച്ചേട്ടന്റെ വൈഫാന്ന് പറയുന്നത് ഇനി എന്തിനാണ് ഇനി എനിക്ക് ഇത് കാണിക്കേണ്ട വന്ന് ഇത് കാണിക്കാതിരിക്കുന്നത് എത്ര നാൾ പറച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു. ഇതെനിക്ക് കാണിക്കേണ്ട വന്ന്. ഈ രേഷ്മ എന്നുള്ള രേണു സുധി തന്നെയാണ് രേഷ്മ, അതിന്റെ ഒഫീഷ്യൽ നെയിമാണ്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും രേണുസുധിയുടെ ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് നാളുകൊണ്ട് രേണുസുധിയുടെ ടോപ്പിക്ക് നമ്മൾ എടുക്കാതിരിക്കുകയായിരുന്നു. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ അടുത്തുള്ള കണ്ടന്റ് തീർന്നു. ഇപ്പോഴുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പെർഫ്യൂം എന്തിയെ, ലക്ഷ്മി നക്ഷത്രം എന്തിയെ, സുധിച്ചേട്ടൻ്റെ ഫോട്ടോ മാറ്റുമോ, സുധിച്ചേട്ടന് ഇഷ്ടമാണോ, ഈ സാധനങ്ങൾ തന്നെയാണ് മാറ്റി തിരിച്ചും വന്നിട്ടിരുന്നത്. ഇടയ്ക്ക് കുറച്ച് ലിപ് കിസ് എന്ന് പറഞ്ഞ ഏതാണ്ടൊരു സാധനം വന്നു. അല്ലാതെ ഇവരെ ചുറ്റിപ്പറ്റിയുള്ള കണ്ടന്റുകൾ പരിപൂർണമായും അവസാനിച്ചു. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ മാറ്റി ഉള്ള കണ്ടന്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഒരാൾ വിളിക്കുകയും ആ ആള് സുധി എന്ന് പറയുന്ന കൊല്ലം സുധിയുടെ മുൻ ഭാര്യയായിരുന്നു. കൊല്ലം സുധിക്ക് 3 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ 2ാമത്തെ ഭാര്യയായിരുന്നു ഇവരെ രേണുസുധി പലയിടത്തായിട്ട് അവഹേളിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞൊരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ വോയിസിനോടനുബന്ധിച്ച് ഇപ്പൊ രേണുസുധി താനാണ് ലീഗലി മാരീഡ് ആയിട്ടുള്ള വൈഫ്, മറ്റത് റെഡിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാധനമായിട്ട് വന്നിട്ടുണ്ട്. ഈ സാധനങ്ങളെ കുറിച്ചാണ് നമുക്ക് കാണാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ രേണുസുധി അല്ല, അതിനു മുമ്പ് ഒരു കൊല്ലസുധിക്ക് ഒരു വൈഫ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒരു യൂട്യൂബ് ചാനലിൽ വന്ന ഒരു സംഭാഷണം നമുക്കൊന്ന് കണ്ടു നോക്കാം. പറയാൻ പറ്റും. 2013 സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ സുധിയുടെ വൈഫല്ല. ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു 6-7 വർഷമായി. കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സ്ഡ് ആയത്. അതിന് കാരണം ഈ രേണു തന്നെയാണ്. അത് ഞാൻ പറയാം. പിന്നെ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഞങ്ങൾ ലിവിംഗ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു. സുധി എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത്. എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനത്തെ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, ഇതാണ് അപ്പോൾ ആ പ്രശ്നത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അതായത് കൊല്ലം സുധി, ഇവർ പറയുന്ന സ്റ്റോറീസ് ആട്ടോ ഞാൻ പറയുന്നത്, എൻ്റെ കൈ നിട്ടുന്നല്ലേ പറയുന്നത്. കൊല്ലം സുധിക്ക് ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യയിൽ ഇപ്പോൾ ഉള്ള മൂത്ത മകൻ ഉണ്ടായി. അതിനുശേഷം കൊല്ലം സുധി മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. ഈ സ്ത്രീ എന്ന് പറയുന്നത് ഈ മിമിക്രി ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ഒരാളായിരുന്നു. ഇവർ തമ്മിൽ 5 വർഷത്തോളം കുടുംബജീവിതം മുന്നേക്ക് നയിക്കുന്നു. അതിനുശേഷം ഇവർ പറയുന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇവരിയ്ക്കുന്ന സമയത്ത് തന്നെ കൊല്ലം സുധി രേണുവുമായിട്ട് മറ്റ് പലതരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുകയും അത് പിടിച്ചതിനെ തുടർന്ന് ഇവർ ബന്ധം വേർപെടുകയും ചെയ്തു. ഇവർ ഒഫീഷ്യലി മാരീഡ് ആണ്. ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. അതിനുശേഷം ഇവർ കൊല്ലം കോടതിയിൽ വെച്ച് ഡൈവോഴ്സായി എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതേസമയം രേണുസുധി പല ഇന്റർവ്യൂവിൽ വന്ന കാരണം ഇവരിപ്പോൾ വരാനുണ്ടായ കാരണം വർഷങ്ങൾക്ക് ശേഷം യാതൊരു അറിവുമില്ലായിരുന്നു, അല്ലെങ്കിൽ കൊല്ലസുധിക്ക് ഇങ്ങനെ ഒരു 2ാം ഭാര്യ ഉണ്ടെന്ന് പുറം ലോകം അറിയുന്നേ ഇല്ലായിരുന്നു. പക്ഷേ ഇവരെ പ്രൊവോക്ക് ചെയ്ത കാരണം എന്ന് പറഞ്ഞാൽ രേണുസുധി പല ആൾക്കാരോടും ഈ 2ാമത്തെ ഭാര്യയായിട്ടിരുന്ന ആള് സുധിച്ചേട്ടൻ കൊണ്ടുവരുന്നതാണ്, ലിവിങ് ടുഗദർ ആണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ അത് അവര് എൻ്റെ പേര് ഇൻസൾട്ടഡ് ആയി, എനിക്ക് നാണക്കേടുണ്ടായി എന്നതിനെ തുടർന്നിട്ടാണ് സമൂഹ മാധ്യമത്തിലേക്ക് ഉയർന്നു വന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ രേണുസുധി ഈ ഭാര്യയെക്കുറിച്ചും അല്ലെങ്കിൽ ഇവരെ പ്രൊവോക്ക് ആക്കാനുണ്ടായ കാരണം എന്താണെന്ന് നോക്കാം. ഒരു 5 ദിവസം മുമ്പ് വന്ന വീഡിയോക്കകത്താണ് ഈ കാരണം പറയുന്നത്. സുധിച്ചേട്ടനെ കാണുന്നതിന് ഏകദേശം എത്ര നാൾ മുമ്പ് രണ്ടുപേരും തമ്മിൽ വേർപിരിഞ്ഞായിരുന്നു, അങ്ങനെ അറിയോ? കാരണം കിച്ചൂര് എന്നോട് പറഞ്ഞ കിച്ചൂര് 1.5 വയസ്സുള്ളപ്പം അവര് വേർപിരിന്റെ ഒരു ഇതായിരുന്നു. വേറെ 3.5 വയസ്സുള്ളപ്പോഴാണ് പൂർണ്ണമായിട്ട് വേറെ. കിച്ചൂര് 12 വയസ്സുള്ളപ്പോൾ എന്നെ കണ്ടത്. എത്ര വർഷത്തെ ഗ്യാപ്പാ? 3.5. അത് ലീഗലി 12 വയസ്സുള്ളപ്പോൾ എന്നെ കിട്ടിയത് സൂചിച്ചാണ്. അതെ. ലീഗലി അവര് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ആകെപ്പാടെ ലീഗലി കല്യാണം കഴിച്ച എന്നെ മാത്രമാണ്. ഓക്കെ, ആകെപ്പാടെ ലീഗലി കല്യാണം കഴിച്ചത് എന്നെ മാത്രമാണ് എന്നാണ് രേണു ഇവിടെ സംസാരിക്കുന്നത്. ഈ സാധനമാകാം ഇവരുടെ മുൻ ഭാര്യ, അതായത് ലീഗലി മാരീഡ് ആയിട്ടുള്ള മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു, അവരെ കൊണ്ടതും. അതോടൊപ്പം തന്നെ അവർ പറയുന്നൊരു സ്റ്റോറി ഒക്കെ ഉണ്ടതിലേക്ക് നമുക്ക് വരാം. ഈ ഒരു വിഷയമൊന്നും മൊത്തത്തിൽ കേട്ടിട്ട് നമുക്ക് വരാം. അതെന്താ ലവ് മാരേജ് ആയിരുന്നു? ലവ് മാരേജ് ആണെന്നാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും ഞാൻ കൂടുതൽ തിരക്കാറില്ലായിരുന്നു. എന്നാലും അറിയായിരുന്നു, ഇങ്ങനെ പറയുന്നത് മാത്രമല്ല, കൂടുതൽ ഡീറ്റെയിൽ തിരക്കാൻ ആൾക്ക് ദേഷ്യം വരും. വേണ്ട സംസാരിക്കേണ്ട, അത് വിട്ട കാര്യമാണെന്ന് പറയും. ഞാനൊന്നും തിരക്കാറില്ല, വെറുതെ ഇതിനെ വഴക്ക് കേൾക്കുന്നത്. ഓക്കെ, അധികം തിരക്കാറില്ല, അത് വിട്ട കാര്യമാണ്. ഇത് നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചോ. ഇനി നമുക്ക് നേരെ ഈ ചാനലിലേക്ക് വിളിച്ച ആള് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്റെ ഒരു ചേച്ചി, ഞങ്ങള് ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി കാഷ്വലായിട്ട് ചോദിച്ചു, എന്നെ അറിയോ എന്നിങ്ങനെ ചോദിച്ചു. വിളി ചേച്ചിയോട് പറഞ്ഞു, അറിയാം,
നീലർമ്മ ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി എടുത്ത വായിലെ പറഞ്ഞ ഡയലോഗ്, അയ്യോ എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ 1 വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്റെ അമ്മയുടെ 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് ഇവരെ പ്രൊവോക്ക് ആക്കാനുള്ള കാരണം. ഓൾറെഡി ഇവർ ലീഗലി മാരീഡ് ആണ്. ഈ രേണുവായിട്ടുള്ള ബന്ധത്തെ തുടർന്നിട്ടാണ് ഇവർ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയത്. 5 വർഷത്തോളം ഇവർ സുധിയുടെ കൂടെ, കൊല്ലം സുധിയുടെ കൂടെ താമസിച്ചിട്ടുണ്ടെന്ന് ഇവർ അവകാശപ്പെടുന്നു. അതോടൊപ്പം രേണു മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ഇല്ല അവർ എത്ര നാൾ ചുമ്മാ എൻ്റെ സുധിച്ചേട്ടൻ്റെ കൂടെ അങ്ങ് താമസിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഈ 2 വീഡിയോ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ഈ സംസാരിച്ച രേണുസുധിയുടെ മുൻ ഭാര്യ എന്ന് അവകാശപ്പെട്ടു വന്ന് സംസാരിക്കുന്ന ആള് പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, കൊല്ലം സുധി ഇപ്പോൾ ഈ കല്യാണം കഴിച്ചിട്ട് മുൻ ഭാര്യയായിട്ടുള്ള ആളുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് തന്നെ ഈ രേണുവുമായിട്ട് ചില അശ്ലീല ചാറ്റുകളും കാര്യങ്ങളൊക്കെ ഇവർ പിടിച്ചു. അത് കാരണമാണ് ഇത് മുന്നോട്ട് പോകാൻ പറ്റാതായി പോയത്. അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ പേര് അവഹേളിച്ച് അപമാനിക്കുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ പറയുന്നു. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നല്ലത് മാത്രമേ പറയാവൂന്നൊന്നുമില്ല. അയാൾ ചീത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചീത്ത പറയാം. പക്ഷെ ഈ വന്ന കാര്യങ്ങൾ മുഴുവൻ അലിഗേഷൻസ് മാത്രമാണ്. ഇവര് പറയുന്നു ഇവര് ലീഗലി 2ാം ഭാര്യ മാരീഡ് ആയിരുന്നു, അവരുടെ അതിൻ്റെ പേപ്പറുകളൊക്കെ ഉണ്ട്, ഡൈവേഴ്സ് അതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതേസമയം രേണുസുധി പറയുന്നു രേണുസുധി മാത്രമാണ് ലീഗലി മാരീഡ് ആയിട്ടുള്ള വൈഫ് എന്ന്. ഇതാണ് ഇവർക്കിടയിൽ ക്ലാഷ് ഉണ്ടാകാനുള്ള കാരണം. ഇനി ഇതിനെ തുടർന്ന് രേണുസുധി അവരുടെ മാനിനെ രക്ഷിക്കാനായിട്ട് ഈ മെയിൻ സ്ട്രീം മീഡിയ പഴയ മഴവിൽ കേരളം, അവർ രേണുസുധിനെയാണ് ഒരുപാട് ഇന്റർവ്യൂ ചെയ്തേക്കുന്നത്. രേണുസുധിയായിട്ട് നല്ല ടേംസിലാണ് ആ ചാനൽ തോന്നുന്നു. അവരുടെ അടുത്ത് രേണുസുധി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇവർ പറഞ്ഞ അലിഗേഷൻ എന്താ, രേണുസുധി മാരേജ് ചെയ്തത് എന്നെ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മുടെ രേണുസുധി പറയുന്നത്. അതേസമയം മറ്റേ ചാനലിൽ വിളിച്ച ആളെ സംസാരിച്ചത് സുധിച്ചേട്ടൻ അവരെ, അതായത് അവരൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്, അവർ പല സ്റ്റേജ് ഷോയിലും ഒക്കെ വന്നിട്ടുണ്ട്, അവരെ കൊല്ലം സുധി ലീഗലി മാരീഡ് ആണോ, അതായത് ഈ 2ാം ഭാര്യയെ ഇവരുടെ ആരുടെയും കഥയിലില്ല, ഈ രേണുസുധിയുടെ കഥയിലില്ല, ഇവരിപ്പോൾ കടന്നു വന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷൻ, അതായത് അവർ പറഞ്ഞ അലിഗേഷൻ എന്താ, ഇവരും ലീഗലി മാരീഡായി ഡൈവോഴ്സ് ചെയ്ത ഭാര്യയാണെന്നാണ് പറഞ്ഞത്. ആ അലിഗേഷന് രേണുസുധി പറയുന്ന മറുപടി നിങ്ങൾ കേട്ടോ. ഒരു നെഗറ്റീവ് കമന്റ്സ് നേരിടുന്നത് തന്നെ സുധിയുടെ വൈഫാണ്. സുധിയുടെ വൈഫ് അങ്ങനെ കാരണം സുധിയുടെ വൈഫാണ് ഞാൻ. കാരണം ഇത് ലീഗലി എന്നെ മാത്രമേ സുധിച്ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അതിന്റെ തെളിവ് എന്റെ ഉണ്ട്. ഞാൻ ഈ പറയുന്നതല്ലാതെ ഞാൻ ഇന്നുവരെ തെളിവ് കാണിച്ചില്ല. ഞാൻ ഇപ്പൊ തന്നെ എടുത്തു വെച്ചത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇവർ പറഞ്ഞത് ലീഗലി കൊല്ലം സുധി എന്നെ മാത്രമേ വിവാഹം കഴിച്ചിട്ടുള്ളൂ എന്നാണ് ഇവർ സംസാരിക്കുന്നത് കേട്ടോ. മറ്റവർ പറഞ്ഞത് അവരെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അവർ ഡൈവോഴ്സ് ആയിട്ടുണ്ടെന്ന് പറയുന്നു. ആ ചാനലിലെ ആങ്കറിനെ ഇവർ ഈ പേപ്പറും കാര്യങ്ങളൊക്കെ കാണിച്ച് ബോധിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആ ചാനലിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇതൊന്നും നമ്മളെ കാണിച്ചിട്ടില്ലേ. തന്നെയാണ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ്. ഇതാണ് ഞങ്ങളുടെ കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ്. അപ്പം ഇതിൽ എഴുതിയിരിക്കുന്നത് ബ്രൈഡിന്റെ ഒപ്പ് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ്. അപ്പം ബ്രൈഡ് ഗ്രൂം സുധി ശിവദാസൻ ദാസ്. രേഷ്മ എന്നാണ് എന്റെ ഒഫീഷ്യൽ നെയിം, രേഷ്മ തങ്കച്ചൻ. അത് വേണ്ടേ ബ്രൈഡ് ഒപ്പ്. പിന്നെ സാക്ഷികള് നേച്ചർ ഓഫ് ചേട്ടാപ്പിന്ന് ഞാൻ വിളിക്കുന്നത്. ഓക്കെ, അവരവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചു. ഈ മാരേജ് സർട്ടിഫിക്കറ്റിനകത്ത് കൊല്ലം സുധിയും രേണുസുധി, ഇവരുടെ സർട്ടിഫിക്കറ്റിലുള്ള പേര് രേഷ്മ എന്നാണ്. അപ്പോൾ ഈ കൊല്ലം സുധിയും രേണുസുധിയും തമ്മിൽ വിവാഹിതരായി എന്നുള്ളതിന്റെ പ്രൂഫാണ് രേണുസുധി ഇവിടെ കാണിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. സുധിച്ചേണ്ട വൈഫാന്ന് പറയുന്നത് ഇനി എന്തിനാണ് എനിക്ക് ഇത് കാണിക്കേണ്ട വന്ന്, ഇത് കാണിക്കാതിരിക്കുവായിരുന്നു ഇത്ര നാൾ. പറച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു, ഇതെനിക്ക് കാണിക്കേണ്ട വന്ന്. ഈ രേഷ്മ എന്നുള്ള രേണു സുധി തന്നെയാണ് രേഷ്മ, എന്റെ ഒഫീഷ്യൽ നെയിമാണ്. എന്റെ സ്കൂളിൽ ഒരു ടീച്ചർ ഇട്ട പേര് രേണു തന്നെയാണ് എന്റെ ഒറിജിനൽ നെയിം. പക്ഷേ ടീച്ചർ ഇട്ട പേരാണ് രേഷ്മ. സർട്ടിഫിക്കറ്റ് രേഷ്മ, പക്ഷേ എന്റെ സുധിച്ചേട്ട രേഷ്മ എന്നുള്ള പേരിനെക്കാളും രേണു ആയിരുന്നു. അതുകൊണ്ട് രേണു സുധി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ രേഷ്മ തങ്കച്ചൻ, അല്ലാണ്ട് രേണു സുധി തന്നെയാണ് ബാക്കി എല്ലായിടത്തും. അപ്പം ഇത് കാണിക്കേണ്ട വന്നു. കാരണം ഇവിടെ ഒന്നും കൂടെ ഞാൻ വായിക്കുവാണ്. ദ 4th ഷെഡ്യൂൾ ഓഫ് ദ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 പ്രകാരം ഞങ്ങൾ വിവാഹം ചെയ്തതാണ്. ഇനി ഞാൻ സുധിച്ചേട്ട ഫോട്ടോ സുധിച്ചേട്ട പേര് തന്നെ ഇവർക്ക് എന്നാന്നേ. ഞാൻ ഇന്ന് വരെ വേറെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, ഇങ്ങോട്ട് കല്യാണം കഴിക്കാനും പോകുന്നില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ എന്തിനാ ഇവരെ കിടന്ന് പറയുന്ന ആവശ്യമില്ല. ഇത് കാണിക്കേണ്ട അവസ്ഥ വന്നു, ഇത് കാണിക്കേണ്ട ആവശ്യം. ഇതിനി ഒറിജിനൽ ആണല്ലേ നിങ്ങൾക്ക് കണ്ടറിയാലോ. ഇത്തരത്തില് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ലീഗലി മാരേജ് കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നതേ ഉള്ളൂ. കാരണം ഒരു മാരേജ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഇത് ഞാൻ അതിന് തന്നെയാണ് കാണിക്കുന്നത്. സുധിച്ചേട്ട പേര് പറയുന്നത്, എന്റെ സുധിച്ചേട്ട എന്റെ ഒറിജിനൽ എന്നെ നിയമപരമായിട്ട് കല്യാണം കഴിച്ച ഭർത്താവാടെ ഇന്നും. അതുകൊണ്ട് ഞാൻ ഇനി ഫോട്ടോ വെക്കും, ഇനി ഫോട്ടോയുടെ ഫ്രണ്ട് ഇരിക്കും. ഇനി
ഓക്കെ, ഇവരുടെ നിയമപരമായിട്ട് കല്യാണം കഴിച്ച ഭർത്താവാണ് കൊല്ലം സുധി എന്ന് പറയുന്നത്. കൊല്ലം സുധിയുടെ ഫോട്ടോ വെക്കാനുള്ള പൂർണ്ണ അവകാശം ഇവർക്കുണ്ട്. കൊല്ലം സുധീനെ അപമാനിക്കാനും പൊക്കി പിടിക്കാനും ഒക്കെ ഉള്ള അധികാരം ഇവർക്കുണ്ട്. പക്ഷേ ഇവരുടെ എതിരെ വന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ മാത്രമല്ല ലീഗലി മാരീഡ് ആയിട്ടുള്ള വൈഫ്. ഇവർക്ക് മുമ്പ് ലീഗലി മാരീഡ് ആയിട്ട് ഒരു വൈഫും കൂടെ ഉണ്ടായിരുന്നു. അവര് ഈ രേണു സുധി ഈ കൊല്ലം സുധിയായിട്ടുള്ള വഴിവിട്ട ബന്ധത്തെ കണ്ടതിനെ തുടർന്നിട്ടാണ് ഈ ബന്ധം വേർപിരിഞ്ഞ് പോയതെന്നാണ് അവർ പറഞ്ഞ അലിഗേഷൻ. പക്ഷെ രേണു സുധി ഇവിടെ പ്രൂവ് ചെയ്യുന്നത് ഞാൻ ലീഗലി മാരീഡ് ആണെന്ന്. ഇതിനകത്ത് എവിടെയും ഞാൻ മാത്രമാണ് ലീഗലി മാരീഡ് എന്ന് നമുക്ക് പ്രൂവ് ആകാൻ പറ്റുന്നില്ല. ഒരാൾ വിവാഹിതനായതിനു ശേഷം അയാൾക്ക് ആ ജീവിതത്തിലേക്ക് തുടർന്ന് പോകാൻ പറ്റുന്നില്ല. അദ്ദേഹം ഡൈവേഴ്സ് ആയതിനു ശേഷം മറ്റൊരാളെ വിവാഹിതനായി. നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം അതിന് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൊല്ലസുതിയാണ് ഇതിനകത്ത് പ്രശ്നക്കാരനായിട്ട് വരാനുള്ള സാധ്യത. അത് ഞാൻ പറയാം. സുധീൻ തന്നെ അവകാശമുണ്ട്, എനിക്ക് മാത്രമേ ഉള്ളൂ ഭർത്താവിന്. ഇതിനകത്ത് ഇതേതായാലും ചുമ്മാ ആകത്തില്ലല്ലോ ഗവൺമെന്റ്. ഓക്കെ, അത് ചുമ്മാ ആകത്തില്ല. ഗവൺമെന്റ് ചുമ്മാ അങ്ങനെ ഒരു സെപ്പറേറ്റ് ടിക്കറ്റ് അടിച്ച് തരത്തില്ല. നമുക്ക് ബാക്കിയും കൂടെ കേട്ടിട്ട് എന്റെ ചില കാര്യങ്ങൾ പറയാം. ദിവസം കൊണ്ട് ആളെ അടുത്തറിഞ്ഞു, എന്നെ അടുത്തറിഞ്ഞു. എത്ര ദിവസം സംസാരിച്ചപ്പോ ഫോണില്? 4-5 ദിവസം പോലും സംസാരിച്ചിട്ടില്ല. എന്റെ ഓർമ്മ ശരി 2 ദിവസം സംസാരിച്ചു. 2 ദിവസം സംസാരിച്ചു. 2ാമത്തെ ദിവസം ഇഷ്ടമാണെന്ന് ഞാൻ റിപ്ലൈ 2 സെക്കൻഡിനോട് ഞാൻ കൊടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതിനെന്താ കാര്യം എന്തായിരുന്നു? കാരണം എനിക്ക് ഇഷ്ടമാണല്ലോ ആളെ. ഇപ്പൊ നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്നത് കൊല്ലം സുധി എങ്ങനെയാണ് രേണു സുധിയായിട്ട് ഇഷ്ടത്തിലാകുന്നത്, എത്ര ദിവസം എടുത്തു ഇവരുടെ പ്രണയം സാഫല്യമാകാൻ, അല്ലെങ്കിൽ ഇവർ പ്രണയത്തിൽ ഏർപ്പെടാൻ എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കത് ഒന്നുകൂടെ കാണാം, എന്നിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. എത്ര ദിവസം സംസാരിച്ചപ്പോ ഫോണില്? 4-5 ദിവസം പോലും സംസാരിച്ചിട്ടില്ല. എന്റെ ഓർമ്മ ശരി 2 ദിവസം സംസാരിച്ചു. 2ാമത്തെ ദിവസം ഇഷ്ടമാണോ? 2 ദിവസം സംസാരിച്ചു. 2ാമത്തെ ദിവസം ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ റിപ്ലൈ 2 സെക്കൻഡിനോട് ഞാൻ കൊടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതിനെന്താ? ഓക്കെ, 2 ദിവസം പോലും സംസാരിച്ചിട്ടില്ല. അപ്പോഴത്തേക്കും സുധിച്ചേട്ടന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. 2 സെക്കൻഡിനുള്ളിൽ തന്നെ ഞാൻ തിരിച്ചും ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നാണ് ഇവരിവിടെ പറയുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ പറയുന്ന കഥകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോഴത്തേനും ഓൾറെഡി കൊല്ലം സുധി ഒന്ന് മാരീഡ് ആണ്. അതിനകത്ത് ഇവർക്ക് കിച്ചു എന്ന് പറയുന്ന മകൻ ഉണ്ടാകുന്നു. അതിനുശേഷം അവർ മറ്റൊരാളുമായിട്ട് പോകുന്നു. അതിന്റെ കാരണം നമുക്കറിയത്തില്ല. അവർ ചില പല പ്രത്യേക കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്യുന്നു. രണ്ടാമത് ഒരു ഭാര്യ ഇദ്ദേഹം ലീഗലി മാരീഡ് ആവുന്നു. മാരീഡ് ആകുന്ന സമയത്ത് അവർ പറയുന്നത് ഇപ്പൊ രേണുസുധിയെ കൊച്ച തങ്കടു തുക്കുടു എന്ന് വിളിക്കുന്നവരൊക്കെ വിളിച്ചിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമതൊരു ഭാര്യ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. രണ്ടാമത്തെ ഭാര്യ ഇരിക്കെ അവരുടെ റൂമിൽ കിടക്കെ അവരുടെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് തന്നെ രേണുസുധിയായിട്ട് ചാറ്റ് ചെയ്യുന്നു. രേണുസുധിയോട് ഈ രണ്ടാം ഭാര്യയെ ഞാൻ വേറെ വീട്ടിലാണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചതെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവർ തമ്മിൽ ഈ രണ്ടാം ഭാര്യയും കൊല്ലം സുധിയും തമ്മിൽ ക്ലാഷ് ഉണ്ടാവാനുള്ള കാരണം രേണുവിന്റെ കടന്നുവരവാണ് ഇതിനകത്തേക്ക് പറയുന്നത്. ഇത് എനിക്ക് മനസ്സിലായ കാര്യം, ഇതിനകത്തെ കൾപ്രിറ്റ് എന്ന് പറയുന്നത് കൊല്ലം സുധി ആകാനാണ് സാധ്യത. അതിന്റെ കാരണം ഈ കൊല്ലം സുധി രണ്ടാമത്തെ ഭാര്യ അദ്ദേഹം ലീഗലി മാരീഡ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു മാരേജ് നടന്നിട്ടില്ല, നീ മാത്രമാണ് എൻ്റെ ലീഗൽ വൈഫ് എന്നുള്ള രീതിയിലാണ് രേണുവിനെ ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് അതല്ലേ അറിയാവുന്ന സത്യം. പുള്ളിക്കാരി നോക്കുമ്പോൾ എന്താ അത് സുധിച്ചേട്ടൻ ഒരാളെ പ്രണയിച്ചു, കുറച്ചാൾ കൊണ്ടു നടന്നു എന്നൊരു മൈൻഡായിരിക്കും രേണു സുധിക്ക് അതിനകത്ത് ഉണ്ടാവുക. അതേസമയം ഇപ്പോൾ ഈ ചാനലിലേക്ക് വിളിച്ച ആളുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും, ഞാൻ ലീഗൽ വൈഫായിരുന്നു, ഞാൻ ഇരിക്കുന്ന സമയത്ത് അവൾ കയറി വന്നു, എന്നിട്ട് അവളിപ്പോൾ പറയുന്നത് അവൾ മാത്രമാണ് ലീഗൽ വൈഫ് എന്നുള്ളത്, അതെങ്ങനെ ശരിയാവും, ഞാൻ ലീഗൽ വൈഫ് അല്ലേ എന്നായിരിക്കും ഇവര് ചിന്തിക്കുന്നത്. ഇതിനകത്ത് ഇവര് രണ്ടുപേരും തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ എന്ന് നമുക്കറിയത്തില്ല. ഇതിന്റെ നടുക്ക് നിന്ന് കളിച്ചത് കൊല്ലം സുധിയാണോ എന്നറിയില്ല. ബേസിക്കലി ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിയുമ്പോഴത്തേനും അദ്ദേഹത്തെ അധികം നമ്മൾ പോസ്റ്റ്മോർട്ടം അദ്ദേഹത്തിന്റെ ജീവിതകാലത്തെ കുറിച്ച് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരനെ പല ആളുകളും വളരെയധികം സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് നശിച്ച് നാറാണക്കല്ലായിട്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഒരു വുമണൈസർ എന്ന തലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരന് നിരവധി പ്രണയം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ പരിചയപ്പെട്ട് 2 ദിവസത്തിനകത്ത് ഇതാക്കുന്നു, എന്നെ അപ്രോച്ച് ചെയ്തപോലെ തന്നെ ഇവരെ അപ്രോച്ച് ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് അലിഗേഷൻസ് ആണ് അദ്ദേഹത്തിന്റെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് വന്ന് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇവർ രണ്ടുപേരും അവരുടെ ലീഗൽ നോട്ടീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ഒന്നാമത്തെ വൈഫിന് ഇദ്ദേഹം ലീഗലി മാരീഡ് ആയിട്ടുണ്ടായിട്ടില്ല, ഈ ലിവിങ് ടുഗദർ ആയിരിക്കും. രണ്ടാമത്തെ ആളെ മാരേജ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് രേണുസുധിക്ക് അറിയാൻ സാധ്യതയില്ല. മൂന്നാമത് അത് ഡൈവേഴ്സിന് ശേഷം രേണുസുധിയെ വിവാഹിതയായി. രേണുസുധിക്ക് ഈ കഥയൊന്നും അറിയത്തില്ല, ഈ രണ്ടാമത്തെ ആൾക്ക് ഈ കഥയൊന്നും അറിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ പറ. അങ്ങനെ ആളുടെ പേര് വെക്കുന്നത് ശരിയാണോ? സുചേട്ടനുള്ള മാന്യതക്കേടാണ് ഞാനത് ചെയ്യുന്നത്. കാരണം വേറെ ആളുടെ വൈഫായി കഴിഞ്ഞിട്ട് ഏട്ടന്റെ പേര് വെക്കുക എന്ന് വെച്ചാൽ ഏട്ടനോട് കാണിക്കുന്ന എല്ലാം ഒരു മാന്യതക്കേടായിട്ട് തോന്നി. ഇല്ല ചേച്ചി, നമുക്ക്
ഏട്ടനോട് ഇപ്പോൾ കാണിക്കുന്നത് വളരെ മാന്യമായിട്ടുള്ള സാധനമാണ് നിങ്ങളെല്ലാവരും ചെയ്യുന്നത്. മരണപ്പെട്ട ഒരാളെ ഏതൊക്കെ തരത്തിൽ അപമാനിക്കാമോ അവഹേളിക്കാമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. നന്നായി വാ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് പൂർണ്ണ റൈറ്റ്സ് ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ കാട്ടിക്കൂട്ടും. ഏതായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്തെ കഥ എന്താണെന്ന് തോന്നുന്നത് എന്ന് മനസ്സിലാവുന്നത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്താൻ പറ്റും. ബൈ.